എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, നിങ്ങൾ തമ്പനെയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ബ്ലോക്ക് റൂൾ വാലിഡേഷൻ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്ന എറർ നമ്മൾ കൃത്യമായി സ്ക്രൂട്ടിനി പാസ്സാക്കിയിട്ട് പോലും സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ആപ്ലിക്കേഷനിൽ റൂൾ വാലിഡേഷൻ്റെ ഭാഗമായി ഡ്രോയിങ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു എറർ ഏറ്റവും അധികം പേര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ഇത് സത്യത്തിൽ സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ലെയർ മാട്രിക്സിൻ്റെ പ്രശ്നമാണോ, ഈ ഡ്രോയിങ് പ്രിപ്പയർ ചെയ്തവരുടെ പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ വ്യക്തമായി സമയമെടുത്തായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നത്. കാരണം ഈ ഒരു ഒറ്റ കാര്യത്തെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ മാക്സിമം ടൈം പോയാലും ഒരു അരമണിക്കൂറിൽ താഴെ വരൂ എന്ന് വിചാരിക്കുന്നു. എന്തായാലും പകുതിയിലേറെ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് ഓരോ വീഡിയോസും. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ പോവുകയാണ്. അപ്പോൾ അത് കുറച്ചൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വീണ്ടും ലഭിക്കാൻ, നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ നിങ്ങൾ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊരു അഡീഷൻ ഓർ എക്സ്റ്റൻഷൻ വർക്കാണ്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ കാണുന്ന ഇത്രയും ഏരിയ, ഈ വർക്ക് ഏരിയ ഒഴികെയുള്ള ഇത്രയും ഏരിയ എക്സിസ്റ്റിംഗ് ആണ്. ഈ വർക്ക് ഏരിയ ഈ ഒരു ലൈന് പ്രകാരം കാണിച്ചിട്ടുള്ള ഏരിയ ഒരു എക്സ്റ്റൻഷനാണ്. അതുപോലെ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് അഡീഷനാണ്. അപ്പോൾ ഇങ്ങനൊരു വർക്ക് പലരും ചെയ്ത് കഴിഞ്ഞ് സ്ക്രൂട്ടിനിയൊക്കെ പാസ്സായിട്ടുണ്ടായിരിക്കും. സ്ക്രൂട്ടിനി റിപ്പോർട്ടൊന്നും കൃത്യമായി നോക്കാതെ അവർ സബ്മിറ്റ് ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് എറർ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ഡ്രോയിങ് ഇപ്പോൾ തെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതൊന്ന് സ്ക്രൂട്ടിനി ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ കൃത്യമായിട്ട് ആക്സെപ്റ്റ് ആയിട്ടുണ്ട്. ഇത് കണ്ട ഉടനെ നമ്മൾ എന്ത് ചെയ്തു, സ്ക്രൂട്ടിനി റിപ്പോർട്ട് ഒന്ന് കാര്യമായിട്ടൊന്ന് ചെക്ക് ചെയ്യാതെ ഒന്ന് ഓടിച്ച് നോക്കി, PDF ഡ്രോയിങ്സ് ഒന്ന് ചെക്ക് ചെയ്തു. എല്ലാ ഷീറ്റും കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തി നേരെ കൊണ്ട് ആപ്ലിക്കേഷനിൽ സബ്മിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അവിടെയാണ് എറർ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. ആദ്യം നമ്മൾ ആപ്ലിക്കേഷൻ ടൈപ്പ് നോക്കുക. ജനറൽ ബിൽഡിംഗ് ആണ്. നമ്മൾക്ക് ഇവിടെ പ്രൊപ്പോസ്ഡ് എക്സ്റ്റൻഷൻ ഓർ അഡീഷൻ ആണ് വരുന്നത്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 6.37 ആണ്. ടോട്ടൽ ഏരിയ 108 ആണ്. അതായത് സെൽഫ് സർട്ടിഫൈഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ബിൽഡിങ് ഇവിടെ ജനറലായിട്ട് കാണിക്കുന്നത്, അത് ഒരു ആദ്യത്തെ സൂചനയാണ്. രണ്ടാമത്, നമ്മൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ എക്സിസ്റ്റിങ്ങും വരുന്നുണ്ട്, എക്സ്റ്റൻഷനും വരുന്നുണ്ട്, പ്രൊപ്പോസ്ഡ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ കാണിച്ചിട്ടുള്ള ടോട്ടൽ ഏരിയ ഉണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ എക്സിസ്റ്റിംഗ് ഏരിയ കാണിച്ചിട്ടുണ്ട് 6704. ഇവിടെ ബ്ലോക്ക് 1 എന്നുണ്ട്. കവേർഡ് ഏരിയ കാണിച്ചിട്ടുള്ളത് 70.66. നമുക്ക് കാൻലിവർ പ്രൊജക്ഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ തന്നെയാണ് കവേർഡ് ഏരിയ. അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് 67.04 കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രപ്പോസൽ അടക്കമാണ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഈ കവേർഡ് ഏരിയ 70.66 വരുന്നത്. പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്രപ്പോസ്ഡ് ഏരിയ കാണിച്ചിട്ടുണ്ടോ? ഇല്ല. കവേർഡ് ഏരിയ ഇവിടെ ഇങ്ങനെ കാണിക്കാൻ കാരണം നമ്മൾ സൈറ്റ് പ്ലാനിനകത്ത് കൊടുത്തിട്ടുള്ള കവേർഡ് ഏരിയൻ്റെ ലൈന് കൃത്യമായതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് അഡീഷൻ വരുന്നുണ്ട്. ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഡീറ്റെയിൽ ഇവിടെ വന്നിട്ടുണ്ടോ? ഇവിടെ ആകെ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞിട്ട് എക്സിസ്റ്റിംഗ് ഏരിയ മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നോക്കാതെ ഡയറക്റ്റ് ഈ PDF ഫയൽ കൃത്യമായിട്ടാണോ വന്നിട്ടുള്ളത്, PDF ഡ്രോയിങ്സ് കൃത്യമായാണോ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് മാത്രം ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. ഇപ്പോൾ ഇത് ഞാനിത് ജനറൽ ബിൽഡിംഗ് ആയിട്ടൊന്ന് അപ്ലൈ ചെയ്യാൻ നോക്കണം. ഒരു ഡമ്മി ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്ന് ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഓട്ടോമേറ്റഡ് മോഡ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് നേരെ നമ്മൾ റൂൾ വെരിഫിക്കേഷനിൽ വന്ന്
ആ ഫയലിനെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ജനറൽ ബിൽഡിംഗ് ആയിട്ട് കാണിച്ച ഒരു ഫയലാണല്ലോ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ. നമ്മൾ ജനറൽ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഓപ്ഷനിൽ ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ നോക്കാം. കണ്ടോ, ബ്ലോക്ക് റൂൾ വാലിഡേഷൻ ഓൾറെഡി എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എറർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു 90% ആളുകളും ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു വിഷയം ഈ ഒരു കാര്യമാണ്. അതായത് ഞാൻ കൃത്യമായാണ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണല്ലോ സ്ക്രൂട്ടിനിയൊക്കെ അക്സെപ്റ്റായി വന്നിട്ടുള്ളത്, പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ ഇങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ് സോഫ്റ്റ്വെയറിൻ്റെ ഭാഗത്തുള്ള ഒരു പ്രശ്നമായിട്ടാണ് പലരും പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതിലെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്ക് ഇത്ര ഏരിയയാണ് ഗ്രൗണ്ട് ഫ്ലോർ വരുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ വർക്ക് ഏരിയ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് സൈറ്റ് പ്ലാനിനകത്ത് പലരും കാണിച്ചിട്ടുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഈ ഒരു ഏരിയ എക്സിസ്റ്റിംഗ് ഏരിയൻ്റെ ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഏരിയ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ കണ്ടോ, ഗ്രൗണ്ട് ഫ്ലോറിലെ എക്സ്റ്റൻഷനും ഫസ്റ്റ് ഫ്ലോർ അഡീഷനും നമ്മൾ സാധാരണ ചെയ്യുന്ന നോർമൽ ഫുട് പ്രിൻ്റ് ലൈനായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിൽ ഒന്നിലധികം ഫുട് പ്രിൻ്റ് ലൈൻസ് വന്നു. ഇത് ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു ബിൽഡിങ്ങിൽ ഒന്നിൽ കൂടുതൽ ഫുട് പ്രിൻ്റ് വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ലെയർ മാട്രിക്സിനകത്ത് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് കാണിച്ചിട്ടുള്ളത് ഇവിടെ നോട്ട് ഫോർ പെർമിറ്റ്. അതായത് ഒരു ബിൽഡിങ്ങിനകത്ത് ഒരു എക്സ്റ്റൻഷനോ അഡീഷനോ നടക്കാത്ത സാഹചര്യത്തിൽ നമ്മുടെ സെയിം പ്ലോട്ടിൽ തന്നെ കൃത്യമായ അകലം പാലിച്ചിട്ടൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, കൃത്യമായ അകലം പാലിച്ചെന്ന് ഞാൻ പറയാൻ കാരണം അകലം ഇല്ലെങ്കിൽ എന്തായാലും അത് പാസ്സാകാൻ പോകുന്നില്ല. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് സെപ്പറേറ്റ് ഒരു ബ്ലോക്കായിട്ട് അതിൽ നമുക്ക് എക്സ്റ്റൻഷനോ അഡീഷനോ ഒന്നും വരുന്നില്ല, നോട്ട് ഫോർ പെർമിറ്റ് ആണ്. ആ ഒരു സാഹചര്യത്തിൽ മാത്രം ആ ഒരു ബിൽഡിങ്ങിന്, ടോട്ടൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിന് മാച്ച് ചെയ്ത് കൊടുക്കാനുള്ള ലെയറാണ് ഈ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ്. അതിൽ തന്നെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിനെ ബ്ലോക്ക് 1 ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ബിൽഡിങ് ബ്ലോക്ക് 2 ആയിട്ട് വേണം ചെയ്യാൻ. ഒരിക്കലും രണ്ടും ഒരേ ബ്ലോക്ക് നമ്പർ വെച്ചിട്ട് ചെയ്യരുത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മളുടെ ഡ്രോയിങ്ങിൽ ഈ ഒരു കാര്യം മാറ്റിയിട്ട് ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ടോട്ടൽ ഏരിയയ്ക്ക് തന്നെ ഫുട് പ്രിൻ്റ് വരയ്ക്കാൻ പോവുകയാണ്. എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് എന്ന് പറയുന്ന ലെയർ നമ്മൾ പർജ് ചെയ്ത് ഒഴിവാക്കാം. ഇപ്പോൾ കണ്ടോ, ഒറ്റ ഫുട് പ്രിൻ്റേ ഉള്ളൂ. നമ്മളിവിടെ ബ്ലോക്ക് 1 ബിൽഡിംഗ് ഫുട് പ്രിൻ്റ് എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഡിലീറ്റ് ചെയ്യാണ്. പർജ് ചെയ്താൽ മതി, പർജ് ചെയ്താൽ പോകും. ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഡമ്മി ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജനറൽ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഓപ്ഷനിൽ. അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ നമ്മൾ ഈ മാറ്റം വരുത്തിയ ഡ്രോയിങ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? The DXF file that you have uploaded is not for general permit. Please check. അതായത് ഇപ്പോൾ നമ്മളുടെ ലെയറൊക്കെ കൃത്യമായി വന്നിട്ടുണ്ട്. കൃത്യമായി വന്നത് കാരണം ഇതിനെ ലോ റിസ്ക് ആയിട്ടായിരിക്കും റീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അത് ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മൾ ഒന്ന് സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ ടൈപ്പ് കൃത്യമായി ലോ റിസ്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നിട്ടുണ്ട്. അതിന് നമ്മൾ ജനറലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് സെൽഫായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് എറർ കാണിക്കും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏരിയ ഡീറ്റെയിൽസ് കണ്ടോ.
എക്സിസ്റ്റിംഗ് ഏരിയ 67.04 കൃത്യമായി വന്നിട്ടുണ്ട്. ആക്സസറി ബ്ലോക്കിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. പ്രൊപ്പോസ്ഡ് ഏരിയ 41.71, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ എക്സ്റ്റൻഷനും ഫസ്റ്റ് ഫ്ലോറിലെ അഡീഷനും കൂടിയുള്ള ഏരിയയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ടോട്ടൽ കവേർഡ് ഏരിയ 70.66, അതായത് ഇവിടെ എക്സിസ്റ്റിംഗ് ഏരിയ 67.04 ആണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ എക്സ്റ്റൻഷൻ അടക്കം കവേർഡ് ഏരിയ 70.66 കൃത്യമായി വന്നിട്ടുണ്ട്. ഏരിയ ഡീറ്റെയിൽസ് നോക്കാം. കണ്ടോ, എക്സിസ്റ്റിംഗ് ഏരിയ ആൻഡ് ഓക്യുപ്പൻസി ഗ്രൗണ്ട് ഫ്ലോർ 67.04. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കണ്ടോ പ്രൊപ്പോസ്ഡ് ഏരിയ ഗ്രൗണ്ട് ഫ്ലോർ 3.61, ആ ഒരു വർക്ക് ഏരിയൻ്റെ ഏരിയ ഉണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിൽ 38.10 കൃത്യമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്യാതെയാണ് പലരും ഈ PDF ഡ്രോയിങ്സ് മാത്രം നോക്കി ഞാൻ ചെയ്തത് ഓക്കെയാണ്, സ്ക്രൂട്ടിനി അക്സെപ്റ്റ് ആയിട്ടുണ്ട്, PDF ഡ്രോയിങ്സ് കറക്റ്റാണ് എന്ന് പറഞ്ഞ് ഇതിനെ ജനറലായിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കും. ഇതിനെ ഇനി നമുക്ക് സെൽഫായിട്ട് കൊടുക്കാൻ നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഡമ്മി ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. റൂൾ വെരിഫിക്കേഷനിൽ പോയിട്ട് ഇതൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. കണ്ടോ, ഇവിടെ കൃത്യമായി നമ്മൾ സബ്മിറ്റ് ചെയ്ത പ്ലാൻ ആക്സെപ്റ്റായി വന്നിട്ടുണ്ട്. ഏരിയ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തതായിട്ട് നമുക്ക് മനസ്സിലാവും. കണ്ടോ, 67.04 എക്സിസ്റ്റിംഗ് ഏരിയ, ടോട്ടൽ പ്രൊപ്പോസ്ഡ് ഏരിയ 41.71. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രൂട്ടിനി റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എററും കൂടാതെ പ്ലാന് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് എന്താണ് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുള്ളതെന്ന് ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇത്ര ഏരിയ എക്സിസ്റ്റിംഗ് ആണ്, ബാക്കി ഇത്ര ഏരിയയാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് ഗ്രൗണ്ടിൽ. ഫസ്റ്റ് ഫ്ലോറിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഏരിയ, മുഴുവൻ ഏരിയ നമ്മൾ എടുത്തിട്ടുള്ളത് പ്രൊപ്പോസ്ഡ് ആയിട്ടാണ്, അതായത് പ്രൊപ്പോസ്ഡ് അഡീഷനാണ്. നമ്മൾ ഫുട് പ്രിൻ്റ് വരയ്ക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് എക്സ്റ്റൻഷനോ അഡീഷനോ സംഭവിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിൽ ഒരിക്കലും എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് വരയ്ക്കരുത്. ടോട്ടൽ ബിൽഡിങ്ങിനുള്ള മൊത്തം ബിൽഡിങ്ങിനുള്ള ഫുട് പ്രിൻ്റ് തന്നെ വേണം വരയ്ക്കാൻ. അപ്പോൾ ഈ ഒരു വിഷയം കൊണ്ടാണ് പലർക്കും ബ്ലോക്ക് റൂൾ വാലിഡേഷൻ്റെ ഒരു എറർ അവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ പലരും വീഡിയോയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പോലും വീഡിയോ കാണാത്തവർ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെ ശരിയാക്കാമെന്ന് ചോദിച്ചില്ല. പല വീഡിയോസിലും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല, അല്ലെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, കൃത്യമായി ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതാത് പ്രശ്നങ്ങളെ സംബന്ധിച്ച വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നിങ്ങൾ ആ കാര്യം ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഞാൻ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇതുവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഞാൻ ഫ്രീ ടൈമിനനുസരിച്ച് എന്തായാലും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.